You cannot touch and feel software. ഈ ഫോണുമായിട്ട് എന്തിനാ നടക്കുന്നത്? ഞാൻ വക്കീൽ ഓഫീസ് വരെ അതൊക്കെ അവർക്ക് എക്സാം ആണ്. മക്കളെ Hardware is not affected by. അതെ, വിൽപത്രം മുഴുവൻ ശരണ്യമൂർത്തി വക്കീല് അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ട്. അതാ പെണ്ണും പിള്ളേ ഭർത്താവും കൂടി 10 വർഷം മുമ്പ് കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തതെന്ന വക്കീല് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കേസ് നമ്മൾ ജയിക്കുമെന്ന് വക്കീല് തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നടന്നോട്ടെ. ആ വർഗീസ് അച്ചായൻ പിന്നെയും വിളിച്ചിരുന്നു. എല്ലാം പാക്ക് ചെയ്ത് നാളെ തന്നെ ഇവിടുന്ന് ഇറങ്ങണമെന്നാ പറഞ്ഞേ. വീട് ശരിയാവാതെ എങ്ങോട്ട് ഇറങ്ങണമെന്നാ പറയുന്നത്. അതൊന്നും നടക്കത്തില്ല. അണ്ട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ? സ്കൂളില് അല്ലുവിന്റെ സ്കൂളില് ഒരു ഇഷ്യൂ. തിങ്കളാഴ്ച ചെല്ലാന്ന് പറഞ്ഞല്ലേ? ഇതല്ല, അവനിന്ന് അവന്റെ സ്കൂളില് കൂട്ടുകാരി പിള്ളേരുമായിട്ട് അടിയും വഴക്കുണ്ടാക്കി. അടിയും വഴക്കോ? അതെന്തിനാ? അത് അവന്റെ കൂടെ പഠിക്കുന്ന ഒരു പയ്യന്റെ ചേട്ടൻ 10th പഠിക്കുന്ന ആ പയ്യന്റെ ഫോണില്. ഞാൻ എങ്ങനെയാണെന്തോ അത് പറയാ. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര പേടിയാവുന്നു. ഈ മനക്കേട് കാരണം അവരെൻ്റെ സ്കൂളിൽ പോകുന്നത് പറഞ്ഞ് എന്ത് ചെയ്യും നമ്മള്? അവരുടെ സ്കൂളിൽ പഠിക്കുന്ന എല്ലാവരും അറിഞ്ഞു. Given to the computer is called. ഞാൻ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ? എല്ലാവരും കൂടെ എന്നെ ഇങ്ങനെ. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. തൽക്കാലം നമുക്ക് ഈ നാട്ടിൽ നിന്ന് മാറാം. നാട്ടിൽ നിന്ന് മാറാനോ? എങ്ങോട്ട് പോവാൻ? കുഞ്ഞുങ്ങളെ കണ്ടേ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. അപ്പൊ പിള്ളേരുടെ പഠിപ്പ്, അവരുടെ ഫ്യൂച്ചർ? ഒരു വർഷം അങ്ങ് പോട്ടെ. അടുത്ത വർഷം വേറെ ഏതെങ്കിലും സ്കൂളിൽ ചേർക്കാലോ. അതെങ്ങനെയാ ശരിയാവുക? അത് ശരിയാവത്തില്ല. എന്തോ അവരുടെ പഠിപ്പ് കളഞ്ഞിട്ട് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ശരിയാവത്തില്ല. അതെ, ചാച്ചാജി പ്രൊഡക്ഷൻസിന്റെ പ്രോജക്റ്റ് നമ്മൾ കാരണം പെൻഡിങ്ങിലായി. അതും മുടങ്ങി. ഇപ്പൊ പിള്ളേരുടെ പഠിപ്പും ഇങ്ങനെയായി. നാട്ടിൽ നിൽക്കാനും പറ്റാത്ത അവസ്ഥയായി. അതാ ഞാൻ പറഞ്ഞത്. അവരുടെ ഹെഡ് ഓഫീസ് ആണെങ്കിൽ അങ്ങ് ബോംബെയില. നമ്മുടെ പ്രോജക്റ്റും മൾട്ടി ലാംഗ്വേജ് ആയതുകൊണ്ട് നമ്മൾ അവിടെ നിൽക്കുന്നത് നല്ലതാണെന്നാ അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിള്ളേരെ അവിടെ എവിടെയെങ്കിലും നല്ല സ്കൂളിൽ ചേർക്കാലോ. കണ്ടിന്യൂസ് അവരുടെ പ്രോജക്റ്റും ചെയ്യാം. ഇവിടെ നിൽക്കുമ്പോഴല്ലേ ഈ ആൾക്കാർക്കൊക്കെ പ്രശ്നമുള്ളൂ. ബോംബെ നഗരത്തിൽ അവിടെ ആരെ എങ്ങനെ തിരിച്ചറിയാനാ? നമുക്കും നമ്മുടെ പിള്ളേർക്കും അങ്ങോട്ട് പോയി ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ അത് തന്നെയാ നല്ല വഴി. ദയവായിട്ടാ സത്യം പറഞ്ഞ സുധാകർജിയുടെ ഈ പ്രോജക്റ്റ് വന്നത്. നമുക്കങ്ങനെ അങ്ങ് പ്ലാൻ ചെയ്യാം. ഒക്കുമെങ്കിൽ നമുക്ക് തിങ്കളാഴ്ച തന്നെ അങ്ങ് പോകാൻ നോക്കാം. അല്ലാതെ ഇവിടുന്ന് വാരി കിട്ടി നമ്മൾ എന്ത് ചെയ്യാനാ? എല്ലാം ഇട്ടെറിഞ്ഞ് നാട് വിട്ടു പോണം എന്നുവെച്ചാ ഒളിച്ചോടണം. അതല്ലേ അനന്ത് പറയുന്നേ? ഒളിച്ചോടുന്നത് എന്തിനാ? നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോകുന്നു, അത്രയല്ലേ ഉള്ളൂ. അത് അനന്തന്റെ വേർഷൻ. നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ചങ്ങ് രക്ഷപ്പെടാനായിട്ട് അനന്തു കണ്ടുപിടിച്ച വഴി. പക്ഷെ അനന്തൻ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ മക്കളുടെ മുമ്പിലെങ്കിലും അവരുടെ അമ്മ ആരാണെന്ന് അനന്തം മനസ്സിലാക്കണം. ഞാൻ ഒരു തെറ്റും ചെയ്യാത്ത ഒരു അമ്മയാണെന്ന് മാലോകരാരും പറഞ്ഞില്ലെങ്കിലും എന്റെ കുഞ്ഞുങ്ങൾ അറിയണം. അവർ രണ്ടുപേരും വളർന്നു വരുമ്പോ അവരുടെ അമ്മയുടെ കഥകൾ കണ്ടും കേട്ടുമൊക്കെ ആയിരിക്കും വളർന്നു വരാൻ പോകുന്നു. അവരുടെ മുമ്പിൽ ഞാൻ ആരാണെന്തോ? അവരുടെ മുമ്പിലെങ്കിലും അവരുടെ അമ്മ തെറ്റുകാരിയല്ലെന്ന് എനിക്ക് തെളിയിച്ചേ പറ്റൂ. എനിക്ക് എന്നെ ചതിച്ചതാരാണെന്ന് അറിയണം. അതില്ലാതെ ആൻസിക്ക് ഒരു ജീവിതമില്ല. ഒളിച്ചോടി പോകാനായിട്ട് എനിക്ക് കിട്ടില്ല. നീ പറയുന്നത് നിന്റെ സെന്റിമെന്റൽ വേർഷനാ. ഞാൻ പ്രാക്ടിക്കലായിട്ടാ പറയുന്നത്. സൈബർ സെൽ വഴി എത്ര മൂവ് ചെയ്താലും അതൊക്കെ തെളിയിച്ചെടുക്കാൻ വലിയ പാടാ. നമ്മുടെ സമയവും പണം വെറുതെ നഷ്ടപ്പെടുന്നല്ലാതെ മാനക്കേട് മാറുമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടോ? അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റാത്തടത്തോളം ഈ ആൻസി ഇല്ല. പോവും ഞാൻ അങ്ങേ അറ്റം വരെ പോവും.
അനന്തൻ അനന്തന്റെ കരിയർ നോക്കിപ്പോക്കൂ. പക്ഷെ ആൻസി ഇവിടെ തന്നെ കാണും. ഞാൻ ശരിയാണെന്ന് തെളിയുന്നവരെ ഈ മണ്ണിൽ തന്നെ ഞാൻ കാണും.